അച്ഛനമ്മയും വാ, എന്തെങ്കിലും കഴിക്കാം. അവിടെ ഏട്ടനും അടുത്തേക്ക് കാത്തിരിക്കാം. പാവം എന്റെ മോള്. മാഷുവ, ഇനി ഇതിനെപ്പറ്റി അവളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കണ്ട. മോളെ, നീ ഇവിടെ ഇരിക്കേ. മീരെ, അവൾക്ക് കഞ്ഞിവെള്ളം കൊടുക്കും. വാ, ഇരിക്കെ. ഇവിടെ ഇരിക്കേ. അനുപേട്ടനെ ഇരിക്കെ. ഇല്ല, ഞാൻ പിന്നെ കഴിക്കാം. ആവണമോൾ എവിടെയടി? അവള് നേരത്തെ കഴിച്ചുറങ്ങി. നീ കഴിക്കുന്നില്ലടാ? ഇല്ല, ഞാൻ പിന്നെ കഴിക്കാം. ആതിരെ, നീ കഴിക്കുന്നില്ലേ? ആതിരെ, നീ ഇങ്ങനെ ആഹാരത്തിന്റെ മുന്നിൽ ഇരുന്ന് കരയാനാണെങ്കിൽ പിന്നെന്തിനാ വന്നിരുന്നത്? ഇനി എന്ത് ചെയ്യും മാഷെ? ഒന്നും ചെയ്യാനില്ല. മാറണമെന്നും മറക്കണമെന്നും അവക്കൂടി തോന്നണം. നിങ്ങൾ കഴിക്കും. അവക്കെപ്പോഴെങ്കിലും വിശപ്പ് തോന്നുമ്പോ അവളായിട്ട് വന്ന് കഴിച്ചോളൂ. ആതിരെ വിളിച്ച മീരെ? ഞാൻ കുറെ വിളിച്ചു. മോളൊന്നും അല്ലാതെ ഒന്നും പറയുന്നുമില്ല, കഥകും തുറക്കുന്നില്ല. ഈ പെണ്ണിത് എന്ത് ഭാവിച്ചാണോ ബാക്കിയുള്ളവനെ കൂടെ തീ തീറ്റിക്കാൻ? നമ്മളെന്തിനാ അവളോർത്ത് തീ തിന്നുന്നത്? തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മളെല്ലാവരും അവളോട് സംസാരിച്ചല്ലേ? തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു നല്ല പറയേണ്ടത്. പോത്തിന്റെ ചെവിയില് വേദമോതുന്നു പറയുന്നതാ ശരി. സ്വയം മനസ്സിലാക്കേണ്ട പ്രായമൊക്കെ ആയല്ലോ. ഇനിയും അവള് മറ്റവനെ കാത്തിരിക്കുന്നത് ശരിയല്ലെന്ന് അവൾക്ക് സ്വയം തോന്നട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാസങ്ങൾ എത്രയെന്ന് ആർക്കെങ്കിലും വല്ല ധാരണയുണ്ടോ? പരസ്പരം ദേഷ്യപ്പെടലും കുത്തുന്ന വാക്കുകളും അല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അതിനൊരു പരിഹാരമായിട്ടല്ല അച്ഛാ അവൾക്ക് വേറൊരു വിവാഹം നോക്കിയത്. എന്നിട്ട് ഈ നിമിഷം വരെ അവൾ അതിന് സമ്മതിച്ചു എന്നൊരു വാക്കു പറഞ്ഞോ? ആദ്യം വേണ്ടത് അവളുടെ സമ്മതമല്ലേ? അതിനി അവളുടെ കാല് പിടിക്കണോ നമ്മള്? ഇവിടെ നടക്കുന്നത് നമ്മൾ പറയുന്നതുമല്ല, ആതിരെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ? ഈ വർത്താനം എനിക്ക് പിടിക്കാത്തത്. വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം ചെയ്യാത്ത അവസ്ഥയിലിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവള്. ഒരാളെ സ്നേഹിച്ച് അതിലെ വിഷമം മാത്രം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാ. അപ്പൊ പെട്ടെന്നൊരു മാറ്റം അവളുടെ ഭാഗത്തൊന്നും ഉണ്ടായിന്ന് വരില്ല.
അതിന് കാലതാമസം എടുക്കും. കാലതാമസം എന്ന് പറയുമ്പോ അതിനൊരു കണക്കില്ലേ? അവളുടെ ഇഷ്ടത്തിന് സമയം കൊടുത്ത് ഇവിടെ കാത്തിരുന്നാല് ആവണിയുടെ കല്യാണം കഴിഞ്ഞാലും ആതിര ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ പിടിച്ചങ്ങ് കെട്ടിക്കണം. അതാ എന്റെ അഭിപ്രായം. നല്ല അഭിപ്രായം. ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇതാണല്ലോ ഇവിടുത്തെ വിഷയം. അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ ഇങ്ങനെ വിഷയം നടക്കുമ്പോഴാ നീ എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. പറയുന്നുണ്ട് വിഷമമൊന്നും അച്ഛന് തോന്നരുതേ. നീ ഇവിടെയുള്ളവർക്കും ആതിരയ്ക്കും ആവശ്യമില്ലാത്ത ധൈര്യം കൊടുക്കുന്നുണ്ടാ ഇത്രത്തോളം എത്തിയത്. അവള് മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടുമ്പോ നീ വരും. ആവശ്യത്തിന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യും. അവളുടെ ഇഷ്ടം എന്താണോ അതിന് കൂടെ നിൽക്കുന്നതാണോ എടുത്തി പറയുന്ന പ്രോത്സാഹനം? ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും അവൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുന്നു. ഞാൻ അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നു. എന്നിട്ടിപ്പോ എന്തായി? ആ ചെക്കൻ ഇവളെയും ചതിച്ച് മറ്റേ പെണ്ണിനെയും കൊണ്ടുപോയില്ലേ? ഇനിയും ആതിരയുടെ ഇഷ്ടം നോക്കി ഇരിക്കണോ നീ? അത് അങ്ങനെ തന്നെയാണെന്ന് ആരും തീർച്ചപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്കറിയാം സന്ദീപ് അങ്ങനെ ചെയ്യില്ലെന്ന്. അതുകൊണ്ട് നിങ്ങളുടെ വിലയില്ലാത്ത ആ വിശ്വാസത്തിൽ കുരുക്കി ഞാൻ അവളെ ഇനി ഇവിടെ പിടിച്ചു നിർത്തണോ? ഇനി ആ വിശ്വാസം മുഖവിലേക്ക് എടുത്താൽ തന്നെ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുമ്പിൽ നമ്മൾ എന്ത് സമാധാനം പറയും? എല്ലാവരും കരുതുന്ന പോലെ അല്ല കാര്യങ്ങളെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞ ആതിരയോട് നമ്മൾ പറയുന്ന സമാധാനത്തിന്റെ അത്രയും പറയേണ്ടി വരില്ല. എന്തുറപ്പുണ്ടായിട്ട് അച്ഛോ നീ ആദ്യം നിങ്ങളുടെ വഴക്കൊന്ന് നിർത്ത്. ഇപ്പൊ ഉണ്ടായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനാ ഇങ്ങനെ തമ്മി തമ്മി തർക്കിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവളെ എല്ലാം പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്ത്. അല്ലാതെ അന്നത്തെ പോലെ അവൾ എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ച അതോടെ തീരുവല്ല. അനൂപിനും മീരയ്ക്കും ഒരു വാശി, അച്ഛനും ആതിരയ്ക്കും മറ്റൊരു വാശി. നിങ്ങളുടെ പിടിവലക്കിടയിൽ മനസ്സമാധാനം കിട്ടാത്തതേ ഇതാ ഞങ്ങൾക്ക് രണ്ടുപേർക്കുവാ. ഇന്നലെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല ഞാനും മാഷും. അറിയോ നിങ്ങൾക്ക്? അവക്ക് വല്ല ബുദ്ധിമോശം തോന്നിയാലോന്ന് കരുതി ആ മുറിയുടെ വാതുക്ക കാവലിരിക്കുകയായിരുന്നു ഞങ്ങള്. ആ അവസ്ഥ വരെ കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചതേ നിങ്ങൾ ഓരോരുത്തരുവാ. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടോണം. അതാരായാലും ശരി. ഈ വീട്ടിൽ സമാധാനം വേണം. എനിക്കത്രേ ഉള്ളൂ. വാ മാഷേ, ആദ്യം നമ്മുടെ മക്കളുടെ തർക്കം തീരട്ടെ. എല്ലാവർക്കും അവരവരുടെ വാശിയാണല്ലോ. അമ്മ ഈ പറഞ്ഞതിനൊക്കെ ഉത്തരവാദി നീയാ. നിന്റെ വാക്കിന്റെ പുറത്താ ഇവിടെ എല്ലാരും വിശ്വസിച്ച് കൂടെ നിന്നത്. ഇനി ഈ കാര്യത്തിലൊരു സംസാരം വേണ്ട. ഞാൻ അജയനെ വിളിച്ചു പറയാൻ പോവാ ഇവിടെ വരെ ഒന്ന് വരാൻ. സന്ദീപ് അനക്കെ കെട്ടുവോ കെട്ടാതിരിക്കോ ഉപേക്ഷിക്കോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. ആതിരയുടെ കാര്യത്തിൽ ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല. അവളുടെ ജീവിതത്തില് ഇനി അവൻ വേണ്ട. ഇതെന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഇനി ആരും വന്നേക്കരുത്. ചോദ്യം ചെയ്യാൻ വന്നേക്കരുത്.
സ്റ്റോപ്പ്! എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചേ? ഇവനെ ഈ കിളിക്കൂട്ടിലുണ്ടായിരുന്നോ? കിളിക്കുഞ്ഞല്ലേ? എങ്ങനെയുണ്ട് നിന്റെ ഈ പുതിയ താമസ സ്ഥലം? പഴയ സ്ഥലത്ത് നിന്ന് നടന്നെത്താൻ അകലേ ഉള്ളൂ. കൂട് വിട്ട് കൂടുമാറുക എന്നൊക്കെ പറയില്ലേ, അവിടെ ഊഞ്ഞാല്, ഇവിടെ വീൽചെയർ, ആ വ്യത്യാസമേ ഉള്ളൂ. ഈ പ്രായത്തിനടുക്ക് ആദ്യത്തെ അനുഭവം അല്ലേ, പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. ഇവിടെ ഇഷ്ടപ്പെട്ട പിന്നെ നീ തിരിച്ചു പോകുന്നില്ലെന്ന് പറയും. ഇവരോടൊക്കെ കൂട്ടുകൂടി നല്ല അന്താക്ഷരിയൊക്കെ കളിച്ച് ജോളിയായിട്ടങ്ങ് നിൽക്ക്. അതിന് പകരം നീ അടി ചോദിച്ചു വാങ്ങുമല്ലേ? അയ്യോ പാവം, എന്തു നല്ല ചെറുക്കനായിരുന്നു. ഒരു പെണ്ണിനെ പ്രേമിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ദേ ഈ അവസ്ഥയിലെത്തി. അപ്പൊ നിനക്ക് തോന്നും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോന്ന്. അതില് തെറ്റൊന്നുമില്ല. പക്ഷെ ദയാനന്ദ മാഷിന്റെ മോളെ സ്നേഹിക്കുന്നതാണ് തെറ്റ്. അജയൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ സ്നേഹിക്കുന്നത് അതിലും വലിയ തെറ്റ്. ഇനി നീ ഒരിക്കലും അവളുടെ പുറകെ പോയില്ലെന്ന് ഒരു ഉറപ്പ് മാത്രം തന്നാ മതി. നിന്നെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞോളാം. എന്നെ എവിടെ നീ കൊന്നാലും ശരി, അത് ഞാൻ പറയില്ലടാ. ആതിരെ സ്നേഹിച്ചാണ് ഞാൻ ചെയ്ത കുറ്റമെങ്കിൽ അതിനു വേണ്ടിയാണ് നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഒരു വേദനയും വിഷമവും ഇല്ല. ഇനിയും നിന്റെ തല്ലുകൊള്ളാൻ ഞാൻ തയ്യാറാ, വേണേ മരിക്കാനും. ചില അല്ലു അർജുൻ സിനിമ കണ്ട ഫീല്. നായികയ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവുന്ന നായകൻ, അതിനിടയ്ക്ക് എന്നെ പോലൊരു വില്ലനും. നിന്നെ ഇവിടെ ഇട്ട് തീറ്റി പോറ്റാനും തല്ലി കൊല്ലാനൊന്നും എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. നീയും ആഗ്രഹിക്കരുത് ആതിരയെ. എന്തോ അവൾ അങ്ങ് മനസ്സിലേക്ക് പതിഞ്ഞു പോയി. ഇനിയിപ്പോ ആതിരയെ കിട്ടാൻ നിന്നെ അങ്ങ് തീർക്കണമെന്നാണെങ്കിൽ ഞാൻ അതിനും റെഡിയാ. കേട്ടോ? പക്ഷെ ഒറ്റയടിക്കൊന്നും ഞാൻ കൊല്ലില്ല, ഇഞ്ചിഞ്ചായിട്ടേ കൊല്ലൂ. എന്തായാലും നീ ആതിരയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞതല്ലേ, അതും അവളെ കെട്ടാൻ നിൽക്കുന്ന എന്റെ മുഖത്ത് നോക്കി. അതിന് ഞാൻ നിനക്ക് ചെറിയൊരു പ്രോത്സാഹന സമ്മാനത്തിൽ നിന്ന് തുടങ്ങാം. ചാണകമില്ലടാ. എന്തിനാണ് വെറുതെ? ഹലോ അനുപേട്ട. ആ അജയ, നീ എവിടെയാ? ഞാനിപ്പോൾ ഷോപ്പിനടുത്തുണ്ട്. ഹലോ 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 അജയ. അനുപേട്ട, ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ വന്നതാ. ആ അതെ, സമയം കിട്ടുമ്പോൾ വീട് വരെ ഒന്ന് വരാവോ? ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു.
പിന്നെന്താ, ഞാനിപ്പോ വരാം. അല്ല, അജയന് വേറെന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ നാളെ വന്നാൽ മതി. ഏയ് വേറെ ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോ വരാം, വേഗം വരാം. ആ ആ ഡാ, അനൂപേട്ടാന്ന് വിളിക്കാനൊരു ശ്രമമൊക്കെ നടത്തി. നീ ഇവിടെ കിടന്ന് നിലവിളിച്ചാലും ആരും കേൾക്കാൻ പോണില്ല. അനൂപളെയും വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. എന്തിനാണെന്നറിയില്ല. നിനക്കിപ്പോ തരാൻ ഓങ്ങിയ ചൂൽ പ്രയോഗം, പിന്നെ ചൂരലും, പിന്നെ പത്തൽ പ്രയോഗമൊക്കെ ഞാൻ പോയിട്ട് വന്നതിന് ശേഷം. സന്തോഷമുള്ള കാര്യമാണ് അവിടെ നടക്കുന്നതെങ്കിൽ നിനക്ക് ആ അടി ഒഴിവായി. അതെല്ലാം മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നിന്റെ കാര്യം പോക്ക. എന്റെ ബൈക്ക് എവിടെ? പുറത്തുണ്ട്. ഞാനിപ്പോ പോകുന്നത് നിന്റെ പഴയ കാമുകിയുടെ അടുത്തേക്കാ. വല്ലതും പറയാനുണ്ടോ? പറയുന്നേ ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അവളോട് പറഞ്ഞേക്കാം. ഐ ലവ് യു എന്ന് പറഞ്ഞേക്കാം. ഞാൻ മാറിക്ക. ആതിരക്കുട്ടി, ഉമ്മ, ഐ ലവ് യു ഉമ്മ. നീ ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇന്നല്ലെങ്കിൽ നാളെ സന്ദീപ് തിരിച്ചു വരും. ചേച്ചിക്ക് ഉറപ്പുണ്ടോ വരുമെന്ന്? അതെന്താ നീ ഇങ്ങനെ പറയുന്നത്? നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല, സന്ദീപിനെ എന്നല്ല, ആരെയും. ഇതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവാ ഞാൻ. തീരുമാനോ? എന്ത് തീരുമാനം? ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ കാര്യങ്ങളെങ്കിലും എല്ലാത്തിനും ഉത്തരവാദി ഞാനും കൂടിയല്ലേ. അപ്പോ സന്ദീപിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനങ്ങ് ഒഴിഞ്ഞു മാറിയ എല്ലാ പ്രശ്നവും തീരുമല്ലോ. നീ എന്താ അതിരെ ഉദ്ദേശിക്കുന്നേ? ഞാൻ ആ അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ തീരുമാനിച്ചു. നെല്ലിശ്ശേരിയിൽ എല്ലാവർക്കും സന്ദീപിനെ അനഘയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. ഇവിടെ എല്ലാവർക്കും എന്നെ കൊണ്ട് അജയനെയും. അപ്പൊ അത് തന്നെ നടക്കട്ടെ. സന്ദീപുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. അങ്ങനെ നിസ്സാരമായി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ളത്. നീ സന്ദീപിന്റെ ഭാര്യയാണ്. ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലെങ്കിലും നിയമത്തിന് മുന്നിൽ നിങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ. എന്നിട്ട് എന്റെ ഈ പറഞ്ഞ ഭർത്താവ് എവിടെ? മറ്റൊരു പെണ്ണിനെയും കൊണ്ട് നാട് വിട്ടെന്നുള്ള പേരുദോഷം എന്റെ ഭർത്താവിനെ പറ്റി എല്ലാവരും പറയുന്നത്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കേണ്ടി വരുന്നു. അല്ലാതെ മറ്റെവിടെങ്കിലും പോയതാണെങ്കിൽ എന്നോട് പറയാതെ സന്ദീപ് പോവില്ല. അത് നിന്നോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണവനെങ്കിലോ? ഇതൊക്കെ നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാനല്ലേ ചേച്ചി പറ്റൂ. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. സന്ദീപും അനഘയും ഒരുമിച്ചല്ലെങ്കിലും അവർ തിരിച്ചു വരുമ്പോൾ അവന്റെ ഗമനം സ്ഥാപിക്കും. ഉണ്ടായ പേരുദോഷത്തിനും കുടുംബത്തിന്റെ പേര് നിലനിർത്താനും സന്ദീപിനെ കൊണ്ട് അനഘയെ അവർ കല്യാണം കഴിപ്പിക്കും. അന്നും ഞാനിതുപോലെ ഇവിടെ ഉണ്ടാവും. എന്നെ മനസ്സിലാക്കുന്ന എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളെന്ന നിലയിൽ ചേച്ചി എനിക്കൊരു ഉപകാരം ചെയ്തു തരണം.
എന്റെയും സന്ദീപിന്റെയും ഡിവോഴ്സ് നടത്തി തരണം. സന്ദീപ് വന്നാലുടൻ ഞാൻ ഒപ്പിട്ട് വാങ്ങിത്തരാം. നീ എന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നല്ല ബോധത്തിൽ തന്നെ ഞാൻ സംസാരിക്കുന്നത്. നടക്കാത്ത കാര്യത്തിന് ഇനിയും വിട്ടിവേഷം കെട്ടാൻ എനിക്ക് വയ്യ. അതിന് ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. ഇപ്പൊ മറ്റൊരു തീരുമാനം എടുക്കുന്നതും അജയനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നതും മണ്ടത്തരമാണ്. അതിന് മാത്രം ഇപ്പൊ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു കഴിഞ്ഞു. ചേച്ചി ഒന്നും അറിയാഞ്ഞിട്ടാണോ അതോ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ ഇതെല്ലാം? ഇനി ഞാൻ അങ്ങനെ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ കണ്ണില് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒളിച്ചോടി പോയ ആളാ സന്ദീപ്. അയ്യോ, നീ എന്തിനാ മറ്റുള്ളവരെ നോക്കുന്നേ? നിന്റെ ജീവിതത്തിൽ മറ്റാർക്കും നീ ഒരു സ്ഥാനം കൊടുക്കണ്ട, എനിക്ക് പോലും. മറ്റുള്ളവരെ നോക്കണ്ടെങ്കിൽ എന്റെ സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നേ?